പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. 2024 ജൂലൈ 7 ഞായറാഴ്ച കണ്ണൂർ ജില്ലയിൽ ചങ്ങലാട്ടപ്പന്റെ തിരുമുറ്റത്ത് പാഞ്ചജന്യ സനാതനം ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മക്കൾക്ക് ഭഗവത്ഗീത പഠനം നടത്തി വരികയാണ്. 150 പരം വിദ്യാർത്ഥികൾ തുടർച്ചയായി ഇതിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അന്ന് 100-നടുത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും വളരെ മനോഹരമായിട്ട് ഭഗവത്ഗീത പഠിച്ചുകൊണ്ടേയിരിക്കുന്ന കുട്ടികൾ. ഗീതാധ്യാനം ചൊല്ലാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി ഗീതാധ്യാനം പൂർണ്ണമായിട്ടും ബൈഹാർട്ടായിട്ട് അവർ ചൊല്ലി. അവിടെയാണ് വലിയ മാറ്റം ആ ഗ്രാമത്തിൽ ഉണ്ടാക്കുവാൻ ഏതാനും ചില ഹൈന്ദവ സ്വാഭിമാനികൾക്ക് കഴിഞ്ഞു. ഈയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വളരെ കുറച്ച് 2-3 ആളുകളുടെ നേതൃത്വത്തിലാണ്. എന്നാൽ അതിനോട് സഹകരിക്കുന്ന വലിയൊരു ജനത അവിടെ ഉണ്ട് താനും. നമ്മുടെ മക്കൾക്കിടയിലേക്ക് ഭഗവത്ഗീതയുടെ പഠനം, സംസ്കൃതം, യോഗ ഇതെല്ലാം സംഗമിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് അവർ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു ഹാളിൽ, ക്ഷേത്രത്തോട് ചേർന്ന ഹാളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു മാറ്റം ആ ഗ്രാമത്തിന് ചുറ്റും അനുഭവപ്പെടുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഓരോ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും ഇത് പ്രായോഗികമാക്കാം. അവിടെ ഒരു അധ്യാപകൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് പഠിപ്പിക്കുന്നു. ഭഗവത്ഗീത പഠിപ്പിക്കുവാനും രാമായണം പഠിപ്പിക്കുവാനൊന്നും ഇന്ന് അധ്യാപകന്മാർക്ക് യാതൊരു ക്ഷാമവുമില്ല. അത്രയേറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇതിന് സംഘടിപ്പിച്ചു കൊടുക്കുവാനാണ് നമുക്ക് ധാരാളം ക്ഷേത്ര കമ്മിറ്റി, ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ വേണ്ടത്. ഒരു ക്ഷേത്രം ചിന്തിക്കുക. എൻ്റെ ക്ഷേത്രത്തിന് കീഴിൽ 100-300 വീടുകളുണ്ട്. അവിടെ എല്ലാം ചേർന്ന് ഒരു 100-400 കുട്ടികളുണ്ടാവും. ഈ കുട്ടികളിൽ നിന്ന് ഒരു 50 പേർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു 40 കുട്ടികൾ, ഒരു 10% കുട്ടികൾക്കെങ്കിലും ഭഗവത്ഗീതയുടെ സന്ദേശമെത്തും. ഗീതാധ്യാനം ഈ കുട്ടികൾ ചൊല്ലുന്ന വീഡിയോ കൂടെ അയക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ കുട്ടികളുടെ മലയാള ഭാഷയ്ക്ക് പോലും അങ്ങേയറ്റത്തെ ശുദ്ധി ഉണ്ടാകും ഗീതാധ്യാനം പഠിച്ചാൽ. നോക്കൂ, ഗീതാധ്യാനം എങ്ങനെ ആരംഭിക്കുന്നു? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ ഗീതാധ്യാനം സംസ്കൃതത്തിലാണെങ്കിലും അത് മലയാളത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ മലയാള ലെറ്ററിൽ എഴുതിയ സംസ്കൃത വാക്കുകൾ പഠിച്ചുകൊണ്ട് നമ്മുടെ മലയാള ഭാഷയെ ശുദ്ധീകരിക്കുന്നു. മെമ്മറി പവർ, നമ്മുടെ ഓർമ്മശക്തി വല്ലാതെ വർദ്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരടുക്കും ചിട്ടയും ഭഗവത്ഗീത നമുക്ക് നൽകുന്നത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന സാംസ്കാരിക പ്രക്രിയ. അതിനാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ സമയമെങ്കിലും നമ്മുടെ മക്കൾക്കായിട്ട് ഇത്തരം ചില പദ്ധതികളെ നമ്മുടെ മുഴുവൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. കാരണം വരുന്ന തലമുറയ്ക്ക് നമ്മൾ നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള പരാതികളാണ്. മക്കൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ലവ് ജിഹാദിൽ പെട്ടുപോകുന്നു. പക്ഷെ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? ഒരു മുസ്ലിം കുട്ടിക്ക് 4-ാമത്തെ വയസ്സ് മുതൽ മതം ലഭിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് 7 മണി മുതൽ അവർക്ക് മതമാണ് 1.5 മണിക്കൂർ സമയം എല്ലാ ദിവസവും. അതിൻ്റെ ഗുണം, അതിൻ്റെ നെഗറ്റീവ് സമൂഹത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. മതത്തിൻ്റെ ചില ഭീകരവാദങ്ങളും എൻ്റേത് മാത്രം ശരിയെന്ന് പറയുന്നതിൻ്റെ അപകടമെല്ലാം ഉണ്ടെങ്കിലും ആ മതത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂട്ടായ്മയുടെ വിജയത്തെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ആത്മഹത്യയിൽ 1% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. 95% ഹിന്ദുക്കളാണ്, 4% ക്രിസ്ത്യാനികളുള്ളൂ എന്ന കാര്യം സർക്കാരിൻ്റെ കണക്കാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം ഹിന്ദുക്കളെ വഞ്ചിക്കുകയാണ്. നമ്മളോട് പറയുന്നു മതം വേണ്ട, മതമില്ലെങ്കിൽ എന്താ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളോട് മതം വേണ്ട എന്ന് പറയുകയും മറ്റുള്ളവർ കൃത്യമായി മതം പഠിക്കുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കുട്ടി വളർന്നു വന്നിട്ട് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു പഠിച്ചുകൊണ്ട് ദൈവമില്ല, ദൈവത്തെ നിഷേധിച്ച് അമ്പലം കല്ലാണ്, ചുമരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സ്വന്തം പൈതൃകത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാകുന്നില്ല. അവന് ഭാരതീയരായതിൽ അഭിമാനം ഉണ്ടാകുന്നില്ല. ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം, പാരമ്പര്യം, സംസ്കാരം എന്താണെന്ന് അവൻ അറിയുന്നില്ല. അവൻ അരാജകവാദിയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അവന്റെ ജീവിതത്തിൽ വല്ലാത്ത ശൂന്യത അവൻ അനുഭവപ്പെടുന്നു. അവിടെയാണ് നന്നേ ചെറുപ്പത്തിൽ
നമ്മുടെ അഭിമാന സ്തംഭമായ ഭഗവത്ഗീതയെ സമസ്ത ലോകഹിതാർത്ഥം 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തേക്കും അർജുനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞു: ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം. പുരാണമുനിയായ വ്യാസൻ ഭഗവാൻ അത് വിസ്തരിച്ചെഴുതി. മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു അദ്വൈതാമൃത വർഷിണി ഭഗവതി. രണ്ടില്ലാത്ത ഒന്നിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച്, ഏകതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഭഗവത്ഗീതയെ അഷ്ടാദശാധ്യായിനി. അഷ്ടം ദശം 18 അധ്യായത്തോടു കൂടിയവൾ. 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളുള്ള ഈ ഭഗവത്ഗീതയെ അനുസന്ധാനം ചെയ്യുന്ന, പഠിക്കുവാൻ പരിശ്രമിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി ശോഭനമായിരിക്കുമെന്നറിയുക. അതിനെത്ര അധ്യാപകന്മാർ വേണമെങ്കിലും നമ്മുടെ സനാതന ധർമ്മ പാഠശാല അടക്കമുള്ള സംഘടനകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയും. ക്ഷേത്ര കമ്മിറ്റികൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുക. നമ്മുടെ മക്കൾക്കിടയിലേക്ക് സനാതന ധർമ്മത്തിന്റെ പ്രചണ്ഡമായ സന്ദേശത്തെ എത്തിക്കുവാൻ സാദരം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.